Congestion and congestion control. Congestion എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് ഹാൻഡിൽ ചെയ്യാവുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. സോ ആ നെറ്റ്വർക്കിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്താൽ, നെറ്റ്വർക്കിന് കൂടുതൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിൽ എന്ത് നടക്കാൻ ചാൻസ് ഉണ്ട്? കൺജഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്ക് കപ്പാസിറ്റിയേക്കാൾ കുറവായിരിക്കണം. അതിൽ കൂടുതൽ വന്നാൽ എന്ത് നടക്കും? കൺജഷൻ നടക്കും. So congestion control എന്ന് പറഞ്ഞാൽ congestion control refers to mechanisms and techniques to control the congestion and keep the load below the capacity. So network load network capacity നേക്കാൾ കുറവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത്? congestion control എന്ന് പറയുന്നത്. കൺജഷൻ കൺട്രോൾ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വരാം. അതായത് ഒന്നുകിൽ കൺജഷനെ പ്രിവെന്റ് ചെയ്യാം, കൺജഷൻ നടക്കാണ്ട് കൺജഷനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അഥവാ കൺജഷൻ നടന്നാലും ആ നടന്ന കൺജഷനെ റിമൂവ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ കൺജഷൻ കൺട്രോൾ വരാം. സോ ഐദർ പ്രിവെന്റ് കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ് ഓർ റിമൂവ് കൺജഷൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൺജഷൻ കൺട്രോൾ മെക്കാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്, കൺജഷൻ നടക്കുന്നത് പ്രിവെന്റ് ചെയ്യുക. ആൻഡ് ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത് റിമൂവൽ ആണ്, നടന്ന കൺജഷനെ റിമൂവ് ചെയ്യുക. സോ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ പ്രിവെൻഷനും ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്താണ്? റിമൂവൽ ഓഫ് കൺജഷനുമാണ്. സോ കൺജഷൻ കൺട്രോളിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു, ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്. ഓപ്പൺ ലൂപ്പിൽ വരുന്ന ഡിഫറെന്റ് പോളിസീസ് ആണ് റീട്രാൻസ്മിഷൻ പോളിസി, വിൻഡോ പോളിസി, അക്നോളജ്മെന്റ് പോളിസി, ഡിസ്കാർഡിംഗ് പോളിസി ആൻഡ് അഡ്മിഷൻ പോളിസി. ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ വരുന്നതാണ് ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺജഷനെ പ്രിവെന്റ് ചെയ്യാനാണ്, അതായത് കൺജഷൻ നടക്കാണ്ട് കൺജഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇത് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നുകിൽ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും കൺജഷൻ കൺട്രോൾ ഹാൻഡിൽ ചെയ്യുക. ഇനി ഫസ്റ്റ് റീട്രാൻസ്മിഷൻ പോളിസി. റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുമ്പോൾ ചില ടൈമിൽ റീട്രാൻസ്മിഷൻ അൺഅവോയ്ഡബിൾ ആണ്. അതായത് ഇപ്പോൾ സെൻഡർ സെൻഡ് ചെയ്ത പാക്കറ്റ് റിസീവർ സൈഡിൽ എത്തിയില്ല, ലോസ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ വീണ്ടും പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യണം. ഇനി അഥവാ പാക്കറ്റ് എത്തിയാൽ കൂടി പാക്കറ്റ് കറപ്റ്റഡ് ആണെങ്കിൽ ആ പാക്കറ്റിന് റിസീവർ ഡിസ്കാർഡ് ചെയ്യും. സോ ആ പാക്കറ്റിനെ വീണ്ടും സെൻഡർ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ കൺജഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ സമയത്തെല്ലാം സെൻഡർ ചൂസ് ചെയ്യുന്ന റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുന്നത് ഈ കൺജഷൻ കൺട്രോളിനെ കൂടി, അത് കൺജഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പോളിസി വേണം ചൂസ് ചെയ്യാൻ. TCPയുടെ റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുന്നത് ഈ കൺജഷനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ്. വിൻഡോ പോളിസി. വിൻഡോ പോളിസി എന്ന് പറയുന്നത് സെൻഡർ ചൂസ് ചെയ്യുന്ന വിൻഡോ, അതും കൺജഷനെ അഫക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സെലക്ടീവ് റിപ്പീറ്റ് വിൻഡോ ഉണ്ട്, ഗോ ബാക്ക് ആൻഡ് വിൻഡോ ഉണ്ട്. ഇപ്പൊ സെലക്ടീവ് റിപ്പീറ്റ് വിൻഡോ ആണെങ്കിൽ ഏത് പാക്കറ്റ് ആണോ ലോസ് ആയത് അല്ലെങ്കിൽ ഏത് പാക്കറ്റ് ആണോ കറക്റ്റഡ് ആയത് ആ പാക്കറ്റിനെ മാത്രമേ സെൻഡർ വീണ്ടും റീസെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. പക്ഷെ ഗോ ബാക്ക് ആൻഡ് വിൻഡോയിൽ എങ്ങനെയാണ്? ഏത് പാക്കറ്റ് ആണോ ലോസ് ആയത് ആ പാക്കറ്റിനെ റീസെൻഡ് ചെയ്യും. ആ പാക്കറ്റ് കഴിഞ്ഞ് എത്ര പാക്കറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം റീസെൻഡ് ചെയ്യും. അതാണ് ഏത്? ഗോ ബാക്ക് ആൻഡ് വിൻഡോ. അപ്പൊ സെലക്ടീവ് റിപ്പീറ്റ് വിൻഡോയിൽ ലോസ് ആയ പാക്കറ്റ് മാത്രം സെൻഡ് ചെയ്യുന്നു. ഗോ ബാക്ക് ആൻഡ് വിൻഡോയിൽ ലോസ് ആയ പാക്കറ്റും അത് കഴിഞ്ഞ് സെൻഡ് ചെയ്ത എല്ലാ പാക്കറ്റ്സും റീസെൻഡ് ചെയ്യാണ്. അപ്പൊ കൂടുതൽ പാക്കറ്റ്സ് റീസെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് നെറ്റ്വർക്കിൽ കൂടും, കൺജഷൻ വരാനുള്ള ചാൻസ് കൂടും. അപ്പൊ സെലക്ടീവ് റിപ്പീറ്റ് വിൻഡോ ആണ് ഗോ ബാക്ക് ആൻഡ് വിൻഡോയിനേക്കാൾ ബെറ്റർ. അവിടെ കുറച്ച് നമ്പർ ഓഫ് പാക്കറ്റ്സിനെ റീസെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൺജഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കും. അപ്പോൾ വിൻഡോ പോളിസി അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. കൺജഷനെ കൂടി നോക്കിയിട്ട് വിൻഡോ പോളിസി സെൻഡർ ചൂസ് ചെയ്യുക. ഇനി ഒരെണ്ണം അക്നോളജ്മെന്റ് പോളിസി. അക്നോളജ്മെന്റ് പോളിസി വരുന്നത് റിസീവറിന്റെ സൈഡിൽ നിന്നാണ്. റിസീവർ എന്ത് ചെയ്യും? ഓരോ പാക്കറ്റും കിട്ടുമ്പോൾ തിരിച്ച് എന്ത് സെൻഡ് ചെയ്യാറുണ്ട്? അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യാറുണ്ട്. ഈ അക്നോളജ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് സെൻഡർ എന്ത് ചെയ്യും? കൂടുതൽ നമ്പർ ഓഫ് പാക്കറ്റ്സിന് നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യും. കാര്യം അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അവിടെ പാക്കറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ കൂടുതൽ പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യാനായിട്ട് ആരെ ട്രൈ ചെയ്യും? സെൻഡർ സെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ വേണമെങ്കിൽ നമ്പർ ഓഫ് പാക്കറ്റ്സിനെ കുറയ്ക്കണം. നെറ്റ്വർക്കിലോട്ട് വരുന്ന കൺജഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിലോട്ട് വരുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സിനെ കുറയ്ക്കണമെങ്കിൽ റിസീവർ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റും? അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യുന്നത് ലാഗ് ചെയ്യിക്കാം. അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യുന്നത് ലാഗ് ചെയ്താൽ സെൻഡറിന് അക്നോളജ്മെന്റ് കിട്ടില്ല. സോ സെൻഡർ എന്ത് ചെയ്യും? കൂടുതൽ പാക്കറ്റ്സിന്
സെൻഡ് ചെയ്യില്ല. ട്രാൻസ്മിഷൻ റേറ്റിനെ കുറയ്ക്കും. ട്രാൻസ്മിഷൻ റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ എന്തും അവോയ്ഡ് ചെയ്യാൻ നമുക്ക് നെറ്റ്വർക്കിൽ ലോഡ് കൺട്രോൾ ചെയ്യാം. സോ കൺജഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ റിസീവറിനും അക്നോളജ്മെന്റ് പോളിസിയിൽ ഇപ്പൊ റിസീവറിന് ഓരോ പാക്കറ്റ് കിട്ടുമ്പോൾ ആ പാക്കറ്റിനെല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യാം. അപ്പോഴാകുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് അക്നോളജ്മെന്റ്സ് കൂടും. സോ നെറ്റ്വർക്കിൽ ലോഡ് കൂടും. അത് അവോയ്ഡ് ചെയ്തിട്ട് റിസീവറിന് വേണമെങ്കിൽ കുറച്ച് ഒരു n നമ്പർ ഓഫ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 നമ്പർ ഓഫ് പാക്കറ്റ്സ് കിട്ടി. ആ 15 നമ്പർ ഓഫ് പാക്കറ്റ്സ് കിട്ടി കഴിയുമ്പോൾ ആ 15നെയും കൂടെ ഒരുമിച്ച് ഒരു അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കും അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യാതെ ഒരു n നമ്പർ ഓഫ് പാക്കറ്റ്സ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഒരു അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അക്നോളജ്മെന്റ്സ് സെൻഡ് ചെയ്യുന്നത് കുറയും. അത്രയും പാക്കറ്റ്സും നെറ്റ്വർക്കിൽ അത്രയും ലോഡ് കുറയാൻ പറ്റും. എന്തും കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺജഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസ്കാർഡിംഗ് പോളിസി. ഡിസ്കാർഡിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ കൺജഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ റൗട്ടേഴ്സിന് ഏതെങ്കിലും ഒരു ഡിസ്കാർഡിംഗ് പോളിസി ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓഡിയോ ട്രാൻസ്മിഷന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഓഡിയോയുടെ ക്വാളിറ്റി, സൗണ്ടിന്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സിനെ വേണമെങ്കിൽ റൗട്ടേഴ്സിന് തന്നെ എന്ത് ചെയ്ത് കളയാം, ഡ്രോപ്പ് ചെയ്ത് കളയാം, ഡിസ്കാർഡ് ചെയ്യാം. കാര്യം അഥവാ ആ പാക്കറ്റ്സ് ഇല്ലെങ്കിൽ കൂടിയും ഓഡിയോയുടെ ക്വാളിറ്റി, സൗണ്ടിന്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യില്ല ഒന്നുണ്ടെങ്കിൽ, സൗണ്ട് ഓഫ് ക്വാളിറ്റി സൗണ്ട് പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സിനെ എല്ലാം എന്ത് ചെയ്ത് കളയാം, ഡിസ്കാർഡ് ചെയ്ത് കളയാം. സോ അത്ര കുറച്ച് ലോഡ് നെറ്റ്വർക്കിന് കൊടുക്കുക. സോ ഇത് ഡിസ്കാർഡിംഗ് പോളിസിയും യൂസ് ചെയ്യാം. എന്ത് അവോയ്ഡ് ചെയ്യാൻ, കൺജഷൻ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ അഡ്മിഷൻ പോളിസി. അഡ്മിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്സിലാണ് അഡ്മിഷൻ പോളിസി വരിക. വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോ ഓഫ് പാക്കറ്റ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാത്ത് ഫിക്സ് ചെയ്യാണ്. വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ വെർച്വൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു പാത്ത് ഫിക്സ് ചെയ്യാണ്. ആ പാത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാത്തിൽ കൂടെ ആയിരിക്കും ഈ പറയുന്ന പാക്കറ്റ്സ് എല്ലാം പോവുക. പിന്നെ ആ പാത്ത് വേറെ ഉള്ളവർക്കൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫ്ലോ ഓഫ് പാക്കറ്റ്സിന് മാത്രമായിരിക്കും ആ പാത്ത് ഉണ്ടാവുക. അപ്പോൾ കൺജഷൻ കൂടുതലുള്ള സമയത്ത്, കൺജഷൻ ഉണ്ടാവാൻ, നെറ്റ്വർക്കിൽ കൺജഷൻ വരാൻ ചാൻസ് ഉള്ള സമയത്ത് വേണമെങ്കിൽ റൗട്ടറിന് എന്ത് ചെയ്യാം, ഇത് ഡിനൈ ചെയ്യാം. ഇങ്ങനെ ഒരു വെർച്വൽ സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വെർച്വൽ സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, ഡിനൈ ചെയ്യാൻ പറ്റും. എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺജഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോളിസീസ് എല്ലാം, ഈ പറഞ്ഞ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ വരുന്ന പോളിസീസ് എല്ലാം എന്താണ് ചെയ്യുന്നത്, കൺജഷൻ തന്നെ വരുന്നത് തന്നെ അവോയ്ഡ് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വൺസ് കൺജഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൺജഷനെ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ മെക്കാനിസംസ് ആണ് ഇത് ക്ലോസ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. റെഡ്യൂസ് കൺജഷൻ ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്. അതിൽ വരുന്നതാണ് ബാക്ക് പ്രഷർ. ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു നോഡ് കൺജസ്റ്റഡ് ആയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നോഡ് 3, ഈ എക്സാമ്പിളിൽ നോഡ് 3 കൺജസ്റ്റഡ് ആയെന്ന് വിചാരിക്കുക. അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പാക്കറ്റ്സ് വരികയാണ്. കാര്യം ഇതിലെല്ലാം ബഫർ അല്ലെങ്കിൽ മെമ്മറി ഉണ്ട്. അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പാക്കറ്റ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നോഡ് 3 കൺജസ്റ്റഡ് ആയി, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പാക്കറ്റ്സ് വന്നു. സോ നോഡ് 3 എന്ത് ചെയ്യാൻ തുടങ്ങി, പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ 2 നിന്നാണ് 3 പാക്കറ്റ്സ് വരുന്നത്. അപ്പൊ 2 ആണ് അപ്സ്ട്രീം നോഡ്, 3 നിന്ന് 4 പോകുന്നു. സോ 4 എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം നോഡാണ്. 3യുടെ അപ്സ്ട്രീം നോഡാണ് 2, 3യുടെ ഡൗൺ സ്ട്രീം നോഡാണ് ഇത് 4 എന്ന് പറയുന്നത്. അപ്പൊ 3 എന്ത് ചെയ്യാൻ തുടങ്ങും, പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിന്റെ അപ്സ്ട്രീം നോഡിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ എല്ലാം അത് എന്ത് ചെയ്യില്ല, റിസീവ് ചെയ്യില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ 2 എന്ന് പറയുന്ന അപ്സ്ട്രീം നോഡ് വീണ്ടും എന്താ ചെയ്യാൻ തുടങ്ങും, അതും കൺജസ്റ്റഡ് ആവാൻ തുടങ്ങും. അത് കൺജസ്റ്റഡ് ആവാൻ തുടങ്ങുമ്പോൾ 2ഉം എന്ത് ചെയ്യാൻ തുടങ്ങും, ഇതുപോലെ പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന്റെ അപ്സ്ട്രീം നോഡായിട്ടുള്ള 1 എന്ത് ചെയ്യാൻ തുടങ്ങും, 1ഉം കൺജസ്റ്റഡ് ആവാൻ തുടങ്ങും. സോ 1ഉം ആരിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ റിസീവ് ചെയ്യില്ല. പിന്നെ സോഴ്സ് ആണുള്ളത്, സോഴ്സിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ റിസീവ് ചെയ്യുന്നില്ല. അപ്പൊ സോഴ്സിന് മനസ്സിലാവും എന്താണ്, നെറ്റ്വർക്കിൽ കൺജസ്റ്റഡ് ആണ്. സോ സോഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് സെൻഡ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ റേറ്റ്, അതായത് സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയ്ക്കാൻ തുടങ്ങും. ഇതിന് എന്താ പേര് പറയാ, ബാക്ക് പ്രഷർ എന്നാണ് പറയാ. ഇത് നോഡ് ടു നോഡ് കൺജഷൻ കൺട്രോൾ ആണ്. അതായത് ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും, ഡേറ്റ ഫ്ലോ ഇങ്ങോട്ടാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്ക് പ്രഷർ എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഏതെങ്കിലും ഇവിടെ ആണെങ്കിൽ 3 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ട് ഡേറ്റ ഫ്ലോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. ഫൈനലി സോഴ്സിൽ എത്തും ബാക്ക് പ്രഷർ. സോ സോഴ്സിന് അറിയാൻ പറ്റും കൺജസ്റ്റഡ് ആണെന്ന്. സോഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, സെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സിനെ കുറയ്ക്കാൻ തുടങ്ങും. സോ അതിനനുസരിച്ച് കൺജഷനും എന്ത് ചെയ്യാൻ തുടങ്ങും, റെഡ്യൂസ് ആവാൻ തുടങ്ങും. പക്ഷെ ഈ ബാക്ക് പ്രഷർ എന്ന് പറയുന്നത്
എവിടെ മാത്രമാണ് പോസിബിൾ? വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്സിൽ മാത്രമാണ് പോസിബിൾ. ഡേറ്റാഗ്രാം നെറ്റ്വർക്സിൽ പോസിബിൾ അല്ല. കാര്യം എന്ന് വെച്ചാൽ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിലാണെങ്കിൽ എന്താണ്, പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒരു പാത്ത് ഡിഫൈൻ ചെയ്യും. ഇവിടുത്തെ കേസിലാണെങ്കിൽ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് ഇതാണ്ട് ഇത്രയും നോട്ട്സ് 1 2 3 4 ഇത്രയും നോട്ട്സ് പാസ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പൊ ഇതുപോലെ ഒരു പാത്ത് കറക്റ്റ് ആയിട്ട് ആദ്യമേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാക്കറ്റ്സ് എല്ലാം ഈ പാത്തിൽ കൂടെ പോകത്തുള്ളൂ. അപ്പൊ 3ക്ക് അറിയാം 3യുടെ അപ്സ്ട്രീം നോഡ് ഈ 2 ആണെന്ന് അതിന് ഉറപ്പായിട്ടും അറിയാം. 2ന് അറിയാം അതിന്റെ അപ്സ്ട്രീം നോഡ് 1 ആണെന്ന് അറിയാം. എങ്കിൽ മാത്രമേ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ഡേറ്റാഗ്രാം നെറ്റ്വർക്സിൽ അങ്ങനല്ല. അങ്ങനെ ഇങ്ങനെ ഒരു പാത്ത് ഒന്നും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും വരാം. അപ്പൊ ഒരു നോഡിനും അതിന്റെ അപ്സ്ട്രീം നോഡ്, അതിന്റെ പാക്കറ്റ്സ് ഏത് നോഡിൽ നിന്നാണ് വരുന്നതെന്ന് എവിടെ അറിയില്ല? ഡേറ്റാഗ്രാം നെറ്റ്വർക്സിൽ അറിയില്ല. പക്ഷേ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിലാണെങ്കിൽ ഓരോ നോഡിനും അറിയാം അതിന്റെ പാക്കറ്റ്സ് എവിടുന്നാ വരുന്നതെന്ന്. സോ ബാക്ക് പ്രഷർ മെത്തേഡ് എവിടെ മാത്രമാണ് പോസിബിൾ? വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്സിൽ മാത്രമാണ് പോസിബിൾ. നെക്സ്റ്റ് ചോക്ക് പാക്കറ്റ് ആണ്. ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നോഡ് കൺജസ്റ്റഡ് ആവുകയാണെങ്കിൽ ആ നോഡ് തന്നെ കൺജഷൻ ഉണ്ട് എന്ന് സോഴ്സിനെ അറിയിക്കാൻ വേണ്ടി സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് ആണ് ഇത് ചോക്ക് പാക്കറ്റ്. ഇവിടെ 3 കൺജസ്റ്റഡ് ആയെന്ന് വിചാരിക്കുക. 3 കൺജസ്റ്റഡ് ആവുകയാണെങ്കിൽ ഈ നോഡ് തന്നെ ഈ ചോക്ക് പാക്കറ്റ് ആർക്ക് സെൻഡ് ചെയ്യുന്നു? സോഴ്സിന് സെൻഡ് ചെയ്യുന്നു, കൺജഷൻ നെറ്റ്വർക്കിൽ ഉണ്ടെന്ന് അറിയിക്കാൻ. നേരത്തെ കേസിലാണെങ്കിൽ ഇപ്പൊ 3 അതിന്റെ അപ്സ്ട്രീം നോഡിനെ ഇൻഫോം ചെയ്യുള്ളൂ. ഡയറക്റ്റ് സോഴ്സിനെ അല്ല ഇൻഫോം ചെയ്യുക, അതിന്റെ അപ്സ്ട്രീം നോഡിനെ ഇൻഫോം ചെയ്യുന്നു, അത് അതിന്റെ അപ്സ്ട്രീം നോഡിനെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഫൈനലി എവിടെ എത്താണ്? ഇൻഫോർമേഷൻ സോഴ്സിൽ എത്താണ്. ഈ മെത്തേഡിൽ ചോക്ക് പാക്കറ്റിലാണെങ്കിൽ ഒരു നോഡും കൺജസ്റ്റഡ് ആവുന്ന നോഡ് അതിന്റെ അപ്സ്ട്രീം നോഡ്സിനെ ഒന്നും ഇൻഫോം ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആർക്ക് സെൻഡ് ചെയ്യാണ്? സോഴ്സിന് സെൻഡ് ചെയ്യാണ്. ചോക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യാണ് കൺജഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ. സോ ചോക്ക് പാക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ സോഴ്സ് അതിന്റെ ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കും, കൂടുതൽ നമ്പർ ഓഫ് പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യില്ല. ഇനി അടുത്ത ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് വെച്ചാൽ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗിൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. കൺജസ്റ്റഡ് നോഡ് സോഴ്സിനെ അറിയിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. സോഴ്സ് തന്നെ ഗസ് ചെയ്തെടുക്കുകയാണ് നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ടെന്ന് സോഴ്സ് തന്നെ ഗസ് ചെയ്തെടുക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഗസ് ചെയ്തെടുക്കുക? അക്നോളജ്മെന്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടാണ്ടിരിക്കുക. സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് റിസീവറിൽ കറക്റ്റ് ആയിട്ട് എത്തുവാണെങ്കിൽ തിരിച്ച് എന്ത് വരണം? അക്നോളജ്മെന്റ്സ് വരണം. അപ്പൊ അക്നോളജ്മെന്റ്സ് ഒന്നും തിരിച്ച് കിട്ടുന്നില്ല എങ്കിൽ പാക്കറ്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. സോ നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ടാവാം. മാത്രമല്ല കിട്ടുന്ന അക്നോളജ്മെന്റ്സ് തന്നെ വളരെ ഡിലേഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ കണ്ടീഷൻസ് വരുമ്പോൾ അക്നോളജ്മെന്റ്സ് കിട്ടാണ്ടിരിക്കുക, കിട്ടുന്ന അക്നോളജ്മെന്റ്സ് ഒരുപാട് ഡിലേഡ് ആയിട്ട് കിട്ടുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ സോഴ്സ് തന്നെ ഗസ് ചെയ്യാണ് നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ട്. സോ അത് അതിന്റെ എന്ത് കുറയ്ക്കുന്നു? ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ കൺജസ്റ്റഡ് നോഡ് ആയിട്ട് സോഴ്സിന് ഒരു ഇൻഫോർമേഷനും കൊടുക്കുന്നില്ല. അതാണ് ഇത് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള നോഡ് സോഴ്സിനെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന് കൺജഷൻ ഉണ്ടെന്ന് എക്സ്പ്ലിസിറ്റ്ലി അറിയിക്കുന്നതാണ് ഇത് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ചോക്ക് പാക്കറ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ചോക്ക് പാക്കറ്റ് മെത്തേഡിലാണെങ്കിൽ ഒരു സെപ്പറേറ്റ് പാക്കറ്റ് കൺജസ്റ്റഡ് നോഡ് ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് പാക്കറ്റിനെ സോഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചോക്ക് പാക്കറ്റ് മെത്തേഡിൽ ഇങ്ങനെ കൺജഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്ത് ഒരു സെപ്പറേറ്റ് പാക്കറ്റ് ചോക്ക് പാക്കറ്റിന് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു? സോഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. എക്സ്പ്ലിസിറ്റ് സിഗ്നലിൽ അങ്ങനെ സെപ്പറേറ്റ് പാക്കറ്റ് ഒന്നും ഇല്ല. ഒറിജിനലി ഡേറ്റ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന പാക്കറ്റ്സ് ഉണ്ട്. ഇപ്പൊ സോഴ്സ് ടു ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലോട്ടും ഒക്കെ ഡേറ്റയും അക്നോളജ്മെന്റും ഒക്കെ ക്യാരി ചെയ്യുന്നോണ്ട് പോകുന്ന പാക്കറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു സിഗ്നൽ, ഈ ഒരു ഇൻഫോർമേഷനും കൂടെ സെൻഡ് ചെയ്ത് വിടുക. അതാണ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗിൽ ചെയ്യുന്നത്. അത് ബാക്ക്വേർഡ് സിഗ്നലിംഗും ഉണ്ട്, ഫോർവേഡ് സിഗ്നലിംഗും ഉണ്ട്. ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പാക്കറ്റ്സ് പോകുന്നുണ്ട്, ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലോട്ടും അക്നോളജ്മെന്റ്സോ ഡേറ്റോ ഒക്കെ ആയിട്ട് പാക്കറ്റ്സ് പോകുന്നുണ്ട്. അപ്പൊ ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലോട്ട് പോകുന്ന പാക്കറ്റ്സ്, ആ പാക്കറ്റ്സിലെല്ലാം കൺജസ്റ്റഡ് നോഡ് എന്ത് സെറ്റ് ചെയ്ത് വിടും? ഈ കൺജഷൻ ബിറ്റിനെ സെറ്റ് ചെയ്ത് വിടും. അപ്പൊ സോഴ്സിൽ ഈ പാക്കറ്റ്സ് തിരിച്ചെത്തുമ്പോൾ അക്നോളജ്മെന്റ്സോ എന്താന്ന് വെച്ചാൽ അത് തിരിച്ചെത്തുമ്പോൾ സോഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ കൺജഷൻ ബിറ്റിനെ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനറിയാം കൺജഷൻ ഉണ്ട്. സോ അതെന്ത് കുറയ്ക്കാൻ തുടങ്ങും? സോഴ്സ് ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കാൻ തുടങ്ങും. ഇനി ഫോർവേഡ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്നുള്ള പാക്കറ്റ്സ് എങ്ങോട്ട് പോവാണ്? ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. സോ കൺജസ്റ്റഡ് നോട്ട്സിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ നോട്ട്സ് എന്ത് ചെയ്യും? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന പാക്കറ്റ്സിൽ കൺജഷൻ ബിറ്റിനെ സെറ്റ് ചെയ്ത് വിടും. അതാണ് ഫോർവേഡ് സിഗ്നലിംഗ്. സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പൊ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന പാക്കറ്റ്സിൽ ഈ ബിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റിസീവറിന് അറിയാൻ പറ്റും കൺജഷൻ ഉണ്ട്.
അപ്പൊ റിസീവർ അതിൻ്റെതായ പോളിസീസ് ചൂസ് ചെയ്യും. അതായത് അക്നോളജ്മെന്റ്സ് സെൻഡ് ചെയ്യുന്നതിൽ സ്ലോ ചെയ്യാൻ തുടങ്ങും, അക്നോളജ്മെന്റ്സിന് ഡിലേ ചെയ്യിക്കാൻ തുടങ്ങും. അക്നോളജ്മെന്റ്സ് കിട്ടുന്നതിൽ ഡിലേ വരുമ്പോഴത്തേക്ക് ആര് എന്ത് ചെയ്യാൻ തുടങ്ങും? സോഴ്സ് നമ്പർ ഓഫ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റേറ്റിനെ കുറയ്ക്കാൻ തുടങ്ങും. അതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗിൽ സെപ്പറേറ്റ് ചോക്ക് പാക്കറ്റ് ഇതിനായിട്ടില്ല. സോഴ്സ് ടു ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷനിലും ടു സോഴ്സും പോകുന്ന പാക്കറ്റ്സ്, ഡേറ്റ പാക്കറ്റ്സിൽ തന്നെ ഈ ഒരു ഇൻഫോർമേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വിടുന്നതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. അത് ബാക്ക്വേർഡ് ആവുമ്പോൾ എന്താണ്? ബാക്ക്വേർഡ് ആവുമ്പോൾ റിസീവർ ടു സോഴ്സ് പോകുന്ന പാക്കറ്റ്സിലായിരിക്കും. ഫോർവേഡ് ആവുമ്പോൾ സോഴ്സ് ടു റിസീവർ പോകുന്ന പാക്കറ്റ്സിലായിരിക്കും സിഗ്നലിംഗ് ചെയ്യുക. TCP കൺജഷൻ കൺട്രോൾ. TCP എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ലെയറിൽ TCP UDP രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. UDP കൺജഷൻ കൺട്രോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. TCP പക്ഷെ എന്ത് പ്രൊവൈഡ് ചെയ്യും? കൺജഷൻ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും. TCP കൺജഷൻ കൺട്രോളിലാണെങ്കിൽ സെൻഡർ അതിന്റെ സെൻഡിങ് റേറ്റിനെ ലിമിറ്റ് ചെയ്യും. എന്തിനനുസരിച്ച്? നെറ്റ്വർക്ക് കൺജഷൻ അനുസരിച്ച്. നെറ്റ്വർക്കിൽ എത്രത്തോളം പാക്കറ്റ്സ് ഉണ്ട്, സോ നെറ്റ്വർക്ക് കൺജഷൻ അനുസരിച്ച് സെൻഡർ എപ്പോഴും അതിന്റെ സെൻഡിങ് റേറ്റിനെ ലിമിറ്റ് ചെയ്യും. ഇതിനായിട്ട് അതൊരു വേരിയബിളിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺജഷൻ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൽ കൺജഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ പാക്കറ്റ്സിനെ നമുക്ക് പിന്നെ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൺജഷൻ വിൻഡോ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി നെറ്റ്വർക്കിൽ ട്രാഫിക് കുറവാണ്, ലോഡ് കുറവാണെങ്കിൽ കൂടുതൽ പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യാം. അപ്പോൾ കൺജഷൻ വിൻഡോയുടെ വാല്യൂ എന്താണ്? കൂടുതലാണ്, അതായത് കൂടുതൽ പാക്കറ്റ്സിനെ നമുക്ക് സെൻഡ് ചെയ്യാം. സോ കൺജഷൻ വിൻഡോ എന്ന് പറയുന്ന വേരിയബിൾ എന്തിനനുസരിച്ചാണ്? നെറ്റ്വർക്കിലുള്ള കൺജഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഇത് കൺജഷൻ വിൻഡോ എന്ന് പറയുന്ന വേരിയബിൾ. ഇനി amount of unacknowledged data may not exceed the minimum of congestion window and receive window. അതായത് അൺഅക്നോളജ്ഡ് ഡേറ്റയ്ക്ക് പകരമാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ലാസ്റ്റ് ബൈറ്റ് സെൻഡ് മൈനസ് ലാസ്റ്റ് ബൈറ്റ് അക്നോളജ്ഡ്. ലാസ്റ്റ് ബൈറ്റ് സെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡർ സെൻഡ് ചെയ്ത ലാസ്റ്റ് പാക്കറ്റ്, അതാണ് ഏത് വരുന്നത്? ലാസ്റ്റ് ബൈറ്റ് സെൻഡിൽ വരുന്നത്. ലാസ്റ്റ് ബൈറ്റ് അക്നോളജ്ഡ് എന്ന് വെച്ചാൽ സെൻഡർ സെൻഡ് ചെയ്ത എല്ലാ പാക്കറ്റ്സും റിസീവർ സൈഡിൽ എത്തിയിട്ടുണ്ടാവില്ല. കുറെ പാക്കറ്റ്സ് ഒക്കെ ഇപ്പോഴും എവിടെ കിടക്കുമായിരിക്കും? നെറ്റ്വർക്കിലായിരിക്കും. സോ സെൻഡർ സെൻഡ് ചെയ്ത പാക്കറ്റ്സിൽ റിസീവറിൽ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് എന്ത് സെൻഡ് ചെയ്ത് കൊടുക്കും? അക്നോളജ്മെന്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. സോ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സെൻഡറിന് എന്ത് മനസ്സിലാക്കാം? ഞാൻ സെൻഡ് ചെയ്ത പാക്കറ്റ് അവിടെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 20 പാക്കറ്റ്സ്, വെറുതെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 20 പാക്കറ്റ്സ് സെൻഡർ സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ 20 ആണ് ലാസ്റ്റ് സെൻഡ് ചെയ്തിരിക്കുന്ന പാക്കറ്റ്. പക്ഷേ 20 പാക്കറ്റ്സ് സെൻഡ് ചെയ്തെങ്കിലും അവിടെ ഒരു 12 പാക്കറ്റ്സേ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്ത് അക്നോളജ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 12th പാക്കറ്റിന്റെ വരെ സെൻഡറിന് അക്നോളജ്മെന്റ് കിട്ടി. ദാറ്റ് മീൻസ് സെൻഡറിന് എന്ത് പറയാം? ഞാൻ മൊത്തം 20 പാക്കറ്റ്സ് ഇതുവരെ സെൻഡ് ചെയ്തു, പക്ഷെ അതിൽ 12th പാക്കറ്റ് വരെ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി 8 പാക്കറ്റ്സ് ഇപ്പോഴും എവിടെയാണുള്ളത്? നെറ്റ്വർക്കിലാണുള്ളത്, റിസീവറിൽ റിസീവ് ചെയ്തിട്ടില്ല. സോ അതാണ് ഈ 8 പാക്കറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അൺഅക്നോളജ്ഡ് ഡേറ്റ. ലാസ്റ്റ് ബൈറ്റ് സെൻഡ് മൈനസ് ലാസ്റ്റ് ബൈറ്റ് അക്നോളജ്ഡ്, അതാണ് അൺഅക്നോളജ്ഡ് ഡേറ്റ. അത് എവിടെ ആയിരിക്കും ഉണ്ടാവുക? നെറ്റ്വർക്കിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പാക്കറ്റ്സ് നെറ്റ്വർക്കിൽ വരികയാണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. കാര്യം നെറ്റ്വർക്കിൽ എല്ലാം റൗട്ടേഴ്സ് ഉണ്ട്, അതിനെല്ലാം മെമ്മറി ഉണ്ട്. അതിൽ കൂടുതൽ പാക്കറ്റ്സ് വരികയാണെങ്കിൽ അവരെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നെറ്റ്വർക്കിലുള്ള ഈ അൺഅക്നോളജ്ഡ് ഡേറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ കപ്പാസിറ്റിയേക്കാൾ കുറവായിരിക്കണം. ഇനി ആ വാല്യൂ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? കൺജഷൻ വിൻഡോ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അത് നെറ്റ്വർക്കിലെ കൺജഷന്റെ അനുസരിച്ചിട്ടാണ്. കൺജഷൻ കൂടുതലാണെങ്കിൽ ഈ കൺജഷൻ വിൻഡോയുടെ വാല്യൂ കുറവായിരിക്കും. കൺജഷൻ ഒന്നും ഇല്ലെങ്കിൽ കൺജഷൻ വിൻഡോയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇനി അത് കൂടാണ്ട് റിസീവ് വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ട്. കാര്യം ഇനി നെറ്റ്വർക്കിലെ കൺജഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം, നെറ്റ്വർക്ക് കുഴപ്പമില്ല, കൂടുതൽ പാക്കറ്റ്സിന് സെൻഡ് ചെയ്യാം. പക്ഷേ ഇങ്ങ് എത്തുമ്പോൾ റിസീവറിന് എന്തുണ്ട്? റിസീവറിന് ഒരു ബഫർ ഉണ്ട്. അതിൽ കൂടുതൽ പാക്കറ്റ്സ് റിസീവർ സൈഡിലോട്ട് വരികയാണെങ്കിൽ റിസീവറും എന്ത് ചെയ്യാൻ തുടങ്ങും? ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. നെറ്റ്വർക്കിലുള്ള റൗട്ടേഴ്സ് മാത്രമല്ല, റിസീവറിനും ബഫറും മെമ്മറി ഉണ്ട്. സോ അതിൽ കൂടുതൽ പാക്കറ്റ്സ് റിസീവറിനെ ഹാൻഡിൽ ചെയ്യാവുന്നതിൽ കൂടുതൽ പാക്കറ്റ്സ് വന്നാൽ റിസീവറും എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് വേരിയബിൾസ് എടുക്കുക. നെറ്റ്വർക്കിലുള്ള കൺജഷൻ അനുസരിച്ച് കൺജഷൻ വിൻഡോ എന്ന് പറയുന്ന വേരിയബിൾ. ഇനി ഫൈനലി റിസീവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് റിസീവ് വിൻഡോ എന്ന് പറയുന്ന വേരിയബിൾ. ഇതിൽ ഏത് വാല്യൂ ആണോ മിനിമം അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? അൺഅക്നോളജ്ഡ് ഡേറ്റ ആയിട്ട് എടുക്കുക. സോ അൺഅക്നോളജ്ഡ് ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇതിൽ ഏതാണോ മിനിമം വാല്യൂ അതിനേക്കാൾ കുറവായിരിക്കണം.
ഇപ്പൊ കൺജഷൻ വിൻഡോയുടെ വാല്യൂ നോക്കാം. ഇപ്പൊ കൺജഷൻ വിൻഡോയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ ഡേറ്റ നെറ്റ്വർക്കിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ആ പാക്കറ്റ്സ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? നെറ്റ്വർക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി റിസീവ് വിൻഡോയുടെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നെറ്റ്വർക്കിൽ പ്രശ്നമൊന്നുമില്ല, ഈ പാക്കറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? നെറ്റ്വർക്ക് പാസ് ചെയ്ത് വിടും റിസീവർ സൈഡിലോട്ട്. പക്ഷെ റിസീവറിന് അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ റിസീവർ എന്ത് ചെയ്യാൻ തുടങ്ങും? നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്ത് റിസീവർ സൈഡിൽ എത്തിയാലും റിസീവർ അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എപ്പോഴും സെൻഡിങ് റേറ്റ് എന്തിനെയൊക്കെ നോക്കണം? കൺജഷൻ വിൻഡോ വാല്യൂ നോക്കണം, റിസീവ് വിൻഡോയുടെ വാല്യൂ നോക്കണം. കൺജഷൻ വിൻഡോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ട്. റിസീവ് വിൻഡോ റിസീവർ സൈഡിനെ ബേസ് ചെയ്തിട്ടാണ്, ഡെസ്റ്റിനേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി എങ്ങനെയാണ് സെൻറ്റർ അറിയുക കൺജഷൻ ഉണ്ടെന്ന് അറിയാനുള്ള ഇൻഡിക്കേഷൻസ് എന്താണ്? രണ്ട് രീതിയിലാണ് അറിയുക. ഒന്ന് ടൈം ഔട്ടും, പിന്നെന്ന് പറയുന്നത് 3 ഡ്യൂപ്ലിക്കേറ്റ് AC കേസും. ടൈം ഔട്ട് എന്ന് വെച്ചാൽ ഓരോ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ടും അതൊരു ടൈമർ സെറ്റ് ചെയ്യും. ആ ടൈമിനുള്ളിൽ തിരിച്ച് അക്നോളജ്മെന്റ് വരണം. ഡേറ്റ പാക്കറ്റ് അവിടെ പോയി റിസീവ് ചെയ്ത് തിരിച്ച് അക്നോളജ്മെന്റ് വരണം. ഈ ടൈം ഔട്ട് കഴിഞ്ഞിട്ടും ഈ ടൈം കഴിഞ്ഞിട്ടും തിരിച്ച് അക്നോളജ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മീനിങ് എന്താണ്? പാക്കറ്റ് അവിടെ കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല, എന്തോ ലാഗ് വരുന്നു, അല്ലെങ്കിൽ പാക്കറ്റ് ലോസ് ആയി പോകുന്നു. അപ്പൊ അതാണ് ടൈം ഔട്ട്. ഇനി അല്ല റെസിപ്റ്റ് ഓഫ് 3 ഡ്യൂപ്ലിക്കേറ്റ് AC കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 3 പാക്കറ്റ്സ് കുറെ പാക്കറ്റ്സ് സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ 3 പാക്കറ്റ്സിന്റെ വരെ, 3rd പാക്കറ്റിന്റെ വരെ അക്നോളജ്മെന്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് 4, 5, 6, 7 ഒക്കെ സെൻഡ് ചെയ്തു. പക്ഷേ 4, 5, 6 ഒക്കെ എത്തിയില്ല, റിസീവർ സൈഡിൽ എത്തിയില്ല. 3 എത്തി, 4, 5, 6 ഒന്നും എത്തിയില്ല. 7 എത്തി. 7 എത്തുമ്പോഴും അതിന് 3 കഴിഞ്ഞിട്ട് 4, 5, 6 ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് തിരിച്ച് വീണ്ടും ആരുടെ തന്നെ അക്നോളജ്മെന്റ് അയക്കും? 3യുടെ തന്നെ അക്നോളജ്മെന്റ് വീണ്ടും അയക്കും. 3 കിട്ടിയപ്പോഴും 3യുടെ അക്നോളജ്മെന്റ് അയച്ചു. പിന്നെ 4, 5, 6 കിട്ടാണ്ട് ആരെ കിട്ടി? 7 കിട്ടി. അപ്പോഴും അത് ആരുടെ അക്നോളജ്മെന്റ് അയക്കുക? 3യുടെ അക്നോളജ്മെന്റ് അയക്കുക. കാര്യം ഓർഡേർഡ് ആയിട്ട് കിട്ടിയത് 3 വരാണ്. അപ്പൊ 3യുടെ അക്നോളജ്മെന്റ് അയക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് AC ആണ്. 3യുടെ തന്നെ 2 എണ്ണമായി. ഇനി വീണ്ടും 8ഓ 9ഓ എന്തെങ്കിലും കിട്ടുമ്പോൾ വീണ്ടും അത് എന്ത് തന്നെ അയക്കും? കാര്യം ഇപ്പോഴും ഇൻ ബിറ്റ്വീൻ ഉള്ള 4, 5, 6 ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് വീണ്ടും ഈ 3യുടെ അക്നോളജ്മെന്റ് തന്നെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെന്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ് AC കേസ് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും സെൻറ്റർ അത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കും? കൺജഷന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കും. അപ്പൊ ഒന്നുകിൽ ടൈം ഔട്ട് അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് 3 ഡ്യൂപ്ലിക്കേറ്റ് AC കേസ് ആണ് കൺജഷന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് ആരെടുക്കുന്നത്? സെൻറ്റർ എടുക്കുന്നത്. അങ്ങനെ ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ എന്ത് കുറയ്ക്കാൻ തുടങ്ങും? സെൻഡിങ് റേറ്റ് കുറയ്ക്കാൻ തുടങ്ങും. ഇതിന് 3 കമ്പോണൻസ് ആണുള്ളത്: അഡിറ്റീവ് ഇൻക്രീസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ്, സ്ലോ സ്റ്റാർട്ട്, ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. അഡിറ്റീവ് ഇൻക്രീസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ്. അഡിറ്റീവ് ഇൻക്രീസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു TCP സോഴ്സ് എന്ത് ചെയ്യും? ഒരു കൺജഷൻ വിൻഡോ എന്ന് പറഞ്ഞ വേരിയബിളിനെ സെറ്റ് ചെയ്ത് വെക്കും. നെറ്റ്വർക്കിലെ കൺജഷൻ അനുസരിച്ച് കൺജഷൻ വിൻഡോ എന്ന് പറഞ്ഞ വേരിയബിളിനെ സെറ്റ് ചെയ്ത് വെക്കും. നെറ്റ്വർക്കിൽ കൺജഷൻ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? കൺജഷൻ വിൻഡോയുടെ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. കൂടുതൽ പാക്കറ്റ്സിനെ പിന്നെ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ കൺജഷൻ വിൻഡോ സൈസ്, കൺജഷൻ വിൻഡോയുടെ വാല്യൂ കുറവായിരിക്കും. ഇനി നെറ്റ്വർക്കിൽ കൺജഷൻ കുറവാണെങ്കിൽ കൂടുതൽ പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യാം. അപ്പൊ കൺജഷൻ വിൻഡോ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. ഇനി നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നേരത്തെ പറഞ്ഞ കണക്ക് ടൈം ഔട്ട്, അക്നോളജ്മെന്റ്സ് കിട്ടാണ്ടാവുക, ഡ്യൂപ്ലിക്കേറ്റ് AC കേസ് കിട്ടുക. ഇതുവഴിയാണ് സെൻറ്റർ അറിയാം നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇഫ് ദർ ഇസ് നോ ഡിറ്റക്റ്റഡ് കൺജഷൻ, അതായത് കറക്റ്റ് ആയിട്ട് അക്നോളജ്മെന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള സമയത്ത് നെറ്റ്വർക്ക് സെൻറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? സെൻഡിങ് റേറ്റ് കൂട്ടും. അതെങ്ങനെ? അതായത് കൺജഷൻ വിൻഡോയുടെ വാല്യൂ കൂട്ടും. അത് കൂട്ടുന്നത് ലീനിയർലി ആണ് കൂട്ടുക. അതായത് അതിനാണ് അഡിറ്റീവ് ഇൻക്രീസ് അപ്രോച്ച് എന്ന് പറയും. ഇപ്പൊ 12 പാക്കറ്റ്സ് ആണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നെറ്റ്വർക്കിൽ കൺജഷൻ ഒന്നും ഇല്ല എങ്കിൽ പിന്നെ അത് എന്ത് സെൻഡ് ചെയ്യും? 13 പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. പിന്നെ ഇല്ലെങ്കിൽ 14 ചെയ്യും. പിന്നെ ഇല്ലെങ്കിൽ 15 പാക്കറ്റ്സ് വെച്ച് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് എന്തെന്ന് പറയാ? അഡിറ്റീവ് ഇൻക്രീസ് അപ്രോച്ച് എന്ന് പറയാം. അതായത് കൺജഷൻ വിൻഡോ സൈസ് 1 MSS വെച്ച് കൂട്ടുക. 1 MSS എന്ന് വെച്ചാൽ മാക്സിമം സെഗ്മെന്റ് സൈസ്, അല്ലെങ്കിൽ ഓരോ പാക്കറ്റ് വെച്ച് കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിനെ നമുക്ക് കൺജഷൻ അവോയ്ഡൻസ് ഫേസ് എന്നും പറയാം. കാര്യം 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തപ്പോൾ കൺജഷൻ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ 13 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുക. അല്ലാണ്ട് പിന്നെ ഉടനെ ഇരട്ടി പാക്കറ്റ്സ് അല്ല സെൻഡ് ചെയ്യുക. 12 കുഴപ്പമില്ലെങ്കിൽ 13, അപ്പോഴും കുഴപ്പമില്ലെങ്കിൽ 14, അങ്ങനെ ഒരു ലീനിയർലി ആണ് ഇൻക്രീസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അഡിറ്റീവ് ഇൻക്രീസ് അപ്രോച്ച് എന്നും പറയാം. ഇതിനെ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് എന്നും പറയാം. ഇനി കൺജഷൻ നടന്നു എന്ന് വിചാരിക്കുക, ടൈം ഔട്ട് നടന്നു, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് AC കേസ് വരുന്നു. ദാറ്റ് മീൻസ് കൺജഷൻ നടന്നു. അപ്പൊ എന്ത് കുറയ്ക്കണം? സെൻഡിങ് റേറ്റ് കുറയ്ക്കണം, കൺജഷൻ വിൻഡോയുടെ വാല്യൂ കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രീവിയസ് വാല്യൂയുടെ ജസ്റ്റ് ഹാഫ് ആക്കി, പ്രീവിയസ് വാല്യൂ എന്തായിരുന്നു അതിന്റെ ജസ്റ്റ് ഹാഫ് ആക്കി മാറ്റും.
12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൺജഷൻ നടക്കുന്നതായിട്ട് തോന്നിയത്. സോ പിന്നെ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്യില്ല. പിന്നെ എത്ര പാക്കറ്റ്സ്? 6 പാക്കറ്റ്സ് ആവും. ജസ്റ്റ് ഹാഫ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ് അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ കുറച്ച് വരുമ്പോൾ 6 സെൻഡ് ചെയ്യുമ്പോഴും വീണ്ടും കൺജഷൻ നടക്കുകയാണെങ്കിൽ 3 ആയിട്ട് കുറയ്ക്കും. പക്ഷെ ഇങ്ങനെ കുറച്ച് വരുമ്പോഴും എപ്പോഴും ലാസ്റ്റ് കുറച്ച് ഫൈനലി എവിടെ വരെ പോകാറുള്ളൂ? ഒരു സിംഗിൾ പാക്കറ്റ് വരെ. മാക്സിമം ലാസ്റ്റ് എപ്പോഴും എന്ത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? ഒരു സിംഗിൾ പാക്കറ്റ്, അല്ലെങ്കിൽ മാക്സിമം സെഗ്മെന്റ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ പാക്കറ്റ്. ഒരു സിംഗിൾ പാക്കറ്റ് വരെ എന്ത് ചെയ്യാറുള്ളൂ? കുറയ്ക്കാറുള്ളൂ. നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് സ്ലോ സ്റ്റാർട്ട് ആണ്. സ്ലോ സ്റ്റാർട്ടില് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ എന്തായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും ഒരു കൺജഷൻ നടന്നില്ല എങ്കിലും നമ്മൾ ലീനിയർലി ആണ് ഇൻക്രീസ് ചെയ്യുക. 1 പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അത് 2 പാക്കറ്റ്സ് ആവുന്നു. 2 സെൻഡ് ചെയ്താൽ അത് എന്താവുന്നു? 3 ആവുന്നു. അടുത്ത 4 ആവുന്നു. അങ്ങനെ ലീനിയർ ഇൻക്രീസ് ആയിരുന്നു. പക്ഷെ സ്ലോ സ്റ്റാർട്ടിൽ അങ്ങനെ ലീനിയർ ഇൻക്രീസ് അല്ല. അതിന് പകരം എന്താണ്? എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് പറഞ്ഞാൽ ഇപ്പം 5 പാക്കറ്റ്സ് ആണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നതെങ്കിൽ പിന്നീട് അത് എത്ര സെൻഡ് ചെയ്യാൻ തുടങ്ങും? 10 പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. 10 പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കൺജഷൻ ഒന്നും ഇല്ലാന്ന് കാണുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? 20 പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് വരിക. ഇനി ഇതിന് സ്ലോ സ്റ്റാർട്ട് എന്ന് പറയാൻ കാര്യം, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആയിട്ട് സ്ലോ സ്റ്റാർട്ട് എന്ന് പറയാൻ കാര്യം, ഇവിടെ എപ്പോഴും തുടക്കം എന്തായിരിക്കും സെൻഡ് ചെയ്യുക? ഒരു സിംഗിൾ പാക്കറ്റ് ആയിരിക്കും സെൻഡ് ചെയ്യുക. മറ്റേ അഡിറ്റീവ് ഇൻക്രീസിൽ വേണമെങ്കിൽ നമുക്ക് തുടക്കം ഒരു 12 പാക്കറ്റ്സ്, ഇപ്പൊ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്യണം. ആദ്യമേ തന്നെ ഇനിഷ്യലി വേണമെങ്കിൽ 12 പാക്കറ്റ്സ് അങ്ങ് സെൻഡ് ചെയ്യാം. പിന്നെ കൺജഷൻ ഒന്നും ഇല്ലെങ്കിൽ 12, 13, 14, 15 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം. പക്ഷെ ഇവിടെ എപ്പോഴും ഇനിഷ്യലി എപ്പോഴും ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സ്ലോ പാക്കറ്റ് എന്ന് പറയുന്നത്. ഇനിഷ്യലി ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുന്നു, പിന്നെ കുഴപ്പമില്ല എന്ന് കണ്ട് അക്നോളജ്മെന്റ് കിട്ടുവാണെങ്കിൽ പിന്നെ 2 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നു. രണ്ടിനും അക്നോളജ്മെന്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ 4 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നു. അപ്പോഴും അക്നോളജ്മെന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്, കൺജഷൻ ഇല്ലെങ്കിൽ പിന്നെ 8 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നു. ഇൻക്രീസ് എന്താണ്? എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. ലീനിയർ അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻക്രീസ് അല്ല, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. പിന്നെ സ്ലോ സ്റ്റാർട്ട് എന്ന് പറയാൻ കാര്യം എപ്പോഴും ആദ്യം സെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു പാക്കറ്റ് ആയിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് കോൾഡ് സ്ലോ സ്റ്റാർട്ട് ബിക്കോസ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ സ്മോൾ കൺജഷൻ വിൻഡോ ഈക്വൽ ടു 1 MSS. 1 പാക്കറ്റിലായിരിക്കും തുടങ്ങുക. ഇനി പിന്നെ പറഞ്ഞു, ഇനി കൺജഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരു ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടുണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂ വരെ ഇത് ഈ രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോകത്തുള്ളൂ. അതായത് ആ ത്രെഷോൾഡ് വരെ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തു പോകും. കൺജഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ 2, 4, 8 ആ രീതിയിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോകും അപ് ടു ദ ത്രെഷോൾഡ് വാല്യൂ. ത്രെഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇല്ല. പിന്നെ അങ്ങോട്ട് എന്താണ്? പഴയ പോലെ ലീനിയർ ഇൻക്രീസ് അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻക്രീസ് ആണ് വരിക. ഇനി ടൈം ഔട്ട് നടക്കുകയാണ്. കൺജഷൻ എന്തെങ്കിലും നടന്നു. ഇപ്പൊ കൺജഷൻ നടക്കാത്ത സമയത്താണ് നമ്മൾ പറഞ്ഞത് ആദ്യം ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങും, പിന്നെ അത് 2, 4 ആ രീതിയിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോകും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഒരു ത്രെഷോൾഡ് വെച്ചിട്ടുണ്ട്. ആ ത്രെഷോൾഡ് വരെ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. പിന്നെ കൺജഷൻ ഇല്ലെങ്കിൽ ത്രെഷോൾഡിന്റെ അപ്പുറത്തോട്ട് പിന്നെ എന്താണ്? ലീനിയർ ഇൻക്രീസ് ആണ്. ഇത് കൺജഷൻ നടക്കാത്തപ്പോൾ കാര്യം. ഇനി കൺജഷൻ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ത്രെഷോൾഡ് സെറ്റ് ടു 1/2 ഓഫ് ദി കറന്റ് കൺജഷൻ വിൻഡോ. അതായത് ത്രെഷോൾഡിന്റെ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും? ത്രെഷോൾഡിന്റെ വാല്യൂവിൽ നമ്മൾ ചേഞ്ച് വരുത്തും. അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? വീണ്ടും 1 എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റിലോട്ട് വരും. ഇപ്പോൾ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കൺജഷൻ നടക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? 1 പാക്കറ്റിലോട്ട് വരും. പിന്നെ വീണ്ടും 1 പാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇവിടെ ഡയഗ്രത്തിൽ നോക്കാം. ഇവിടെ നമ്മൾ ത്രെഷോൾഡ് ഇനിഷ്യലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 സെഗ്മെന്റ്സ് ആണ് നമ്മൾ ത്രെഷോൾഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്ലോ സ്റ്റാർട്ട് ആണ്. അതുകൊണ്ട് എപ്പോഴും 1 സെഗ്മെന്റ് അല്ലെങ്കിൽ 1 പാക്കറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 1 സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, കൺജഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെന്തായി? 2 സെഗ്മെന്റ്സ് ആയി. വീണ്ടും കൺജഷൻ ഒന്നും ഇല്ല, അത് എത്ര സെഗ്മെന്റ്സ് ആയി? 4 സെഗ്മെന്റ്സ് ആയി. വീണ്ടും കൺജഷൻ ഒന്നും നടക്കുന്നില്ല, കുഴപ്പമില്ല, അക്നോളജ്മെന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഇരട്ടി 8 സെഗ്മെന്റ്സ് ആയി. അപ്പൊ ഇതുവരെ നടന്നത് എന്താണ്? എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. 1 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു. പക്ഷെ ഇപ്പൊ എവിടെ എത്തി? ത്രെഷോൾഡിൽ എത്തി. 8 പാക്കറ്റ്സ് വരാണ് നമ്മളുടെ 8 സെഗ്മെന്റ്സ് ആണ് നമ്മളുടെ ത്രെഷോൾഡ് വാല്യൂ. പിന്നെ കൺജഷൻ ഒന്നും നടന്നില്ലെങ്കിലും എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഉണ്ടാവില്ല. പിന്നുള്ളത് ലീനിയർ ഇൻക്രീസ് ആണ്. 8 9 ആവുന്നു, 9 10 ആവുന്നു, 10 11 ആവുന്നു, 11 12 ആവുന്നു. അങ്ങനെ 12 സെഗ്മെന്റ്സ് ആവുന്നു. പിന്നെ ലീനിയർ ഇൻക്രീസ്.
അപ്പം ആദ്യം ഓർത്ത് വെക്കാനുള്ളത് എപ്പോഴും 1 സെഗ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ് ടു ത്രെഷോൾഡ് വരെ എന്ത് ഇൻക്രീസ് ആണ്? കൺജഷൻ ഇല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. പിന്നെ കൺജഷൻ ഇല്ലെങ്കിൽ ത്രെഷോൾഡ് കഴിഞ്ഞിട്ട് എന്ത് ഇൻക്രീസ് ആണ്? ലീനിയർ ഇൻക്രീസ് ആണ്. ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ 12th പാക്കറ്റിൽ വെച്ചിട്ട് കൺജഷൻ നമ്മൾ കണ്ടു, അതായത് എന്ത് വരുന്നില്ല? അക്നോളജ്മെന്റ് വരുന്നില്ല. സോ ഇവിടെ എന്ത് റെക്കഗ്നൈസ് ചെയ്യാണ്? കൺജഷൻ ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് 2 കാര്യങ്ങളാണ് ചെയ്യുക. 12 പാക്കറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്തിലോട്ടാ വരിക? 1 പാക്കറ്റിലോട്ട് വരും. പിന്നെ 1 പാക്കറ്റ് വെച്ചിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ ത്രെഷോൾഡിന്റെ വാല്യൂല് ചേഞ്ച് വരും. 12 പാക്കറ്റ്സ് സെഗ്മെന്റ്സ് സെൻഡ് ചെയ്തപ്പോഴാണ് കൺജഷൻ വന്നത്. അപ്പൊ 12ന്റെ പകുതി 6. അപ്പൊ അടുത്ത ത്രെഷോൾഡ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ ത്രെഷോൾഡിന്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്തു? 12 വന്നപ്പോഴാണ് കൺജഷൻ വന്നത്. അപ്പൊ 12ന്റെ പകുതി 6. അപ്പൊ 6 ആയിരിക്കും ഇനി അടുത്ത ത്രെഷോൾഡ് വാല്യൂ. പിന്നെ ഇനി 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് പകരം അടുത്ത ട്രാൻസ്മിഷനിൽ വീണ്ടും 1 സെഗ്മെന്റ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. വീണ്ടും കൺജഷൻ ഇല്ലെങ്കിൽ ഇതേപോലെ എക്സ്പോണൻഷ്യലി പോകും. 1 2 ആവുന്നു, 2 4 ആവുന്നു, പിന്നെ 4 8 ആവത്തില്ല, കാര്യം ത്രെഷോൾഡ് വാല്യൂ 6 ആണ്. അപ്പൊ പിന്നെ 6 വരാം. പിന്നെ 6 കഴിഞ്ഞ് പിന്നെ വീണ്ടും ത്രെഷോൾഡ് വാല്യൂന്റെ മേലോട്ട് എന്തായിരിക്കും? ലീനിയർ ഇൻക്രീസ്. 6 7 7 8 8 9 ആ രീതിയിൽ. നെക്സ്റ്റ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈമർ സെറ്റ് ചെയ്യും. ആ ടൈമിനുള്ളിൽ വേണം അക്നോളജ്മെന്റ് എത്താൻ. ആ ടൈമിനുള്ളിൽ അക്നോളജ്മെന്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് തിരിച്ച് സെൻഡ് ചെയ്യും? തിരിച്ച് വീണ്ടും ആ പാക്കറ്റിനെ റീസെൻഡ് ചെയ്യും. അപ്പോൾ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ ടൈമിനുള്ളിൽ അക്നോളജ്മെന്റ് കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ പാക്കറ്റിനെ എന്ത് ചെയ്യുന്നു? റീസെൻഡ് ചെയ്യുന്നു. ഇനി ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടൈം ഔട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. അതായത് ഈ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് ആ ടൈം തീരുന്നത് വരെ, ആ ടൈം ഔട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. അതിന് മുമ്പേ തന്നെ പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുക. അപ്പൊ എങ്ങനെയായിരിക്കും റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാര്യം? എന്തായിരിക്കും? ഈ പാക്കറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റിസീവർ സൈഡിൽ എത്തിയില്ലെങ്കിൽ റിസീവർ വേണമെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ACKs സെൻഡ് ചെയ്യാം. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ACKs കാണുമ്പോൾ ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടൈം ഔട്ട് വരെ ഒന്നും വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഈ പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത്. സോ ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് triggers the retransmission of a dropped packet sooner than the regular timeout mechanism. ടൈം ഔട്ട് വരെ വെയിറ്റ് ചെയ്യാണ്ട് പാക്കറ്റിന് അതിന് മുമ്പ് തന്നെ ലോസ് ആയ പാക്കറ്റ്സിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് പറയുന്നത്? ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫാസ്റ്റ് റിക്കവറി എന്ന് പറയാൻ കാര്യം, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ACKs കണ്ടു. അപ്പൊ അതെന്ത് ചെയ്യാണ്? കൺജഷൻ നടക്കുന്നുണ്ട്, പാക്കറ്റ് അവിടെ കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യും? കൺജഷൻ വിൻഡോ സൈസ് കുറയ്ക്കും. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ എന്തായിരുന്നു? 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കൺജഷൻ നടന്നത്. അപ്പൊ അത് ഉടനെ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത് നിർത്തിയിട്ട് പിന്നെ വീണ്ടും എന്തായി? 1 പാക്കറ്റ്, പിന്നെ കൺജഷൻ ഇല്ലെങ്കിൽ 2 4 ആ രീതിയിൽ സെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കൺജഷൻ വിൻഡോ സൈസ് ജസ്റ്റ് ഹാഫ് ആയിട്ട് കുറയ്ക്കും. അതായത് 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൺജഷൻ നടക്കുന്നതെങ്കിൽ 12ന്റെ പകുതി 6, പിന്നെ അത് 6 പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. 1 പാക്കറ്റ് അല്ല, 6 പാക്കറ്റ്സ് വെച്ചിട്ട് സെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 6 പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത് കൂടാണ്ട് പിന്നെ എക്സ്പോണൻഷ്യൽ ഫേസ് ഇതിനകത്തില്ല. പിന്നെ എന്തേ ഉള്ളൂ? ലീനിയർ ഫേസേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതിൽ എങ്ങനെയായിരുന്നു? 12 സെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൺജഷൻ നടന്നു. അപ്പൊ അത് വീണ്ടും 1ലോട്ട് വന്നു. 1ന്ന് 2, 2ന്ന് 4 ആ രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പക്ഷേ 12 പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൺജഷൻ വടുന്ന ജസ്റ്റ് ഹാഫ്, 12ന്ന് 6ലോട്ട് വരുന്നു. പിന്നെ 6 12 അങ്ങനല്ല, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് അല്ല. 6ന്ന് 7, 7ന്ന് 8 ആ രീതിയിൽ എന്തേ ഉള്ളൂ? ലീനിയർ ഇൻക്രീസേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയാ? ഫാസ്റ്റ് റിക്കവറി എന്ന് പറയാ. അതായത് ജസ്റ്റ് 1 സെഗ്മെന്റിലോട്ട് വരാണ്ട് ജസ്റ്റ് പകുതിയിലോട്ട് വരുന്നതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയാ? ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാക്കറ്റ് 1 സെൻഡ് ചെയ്തു, അക്നോളജ്മെന്റ് 1 സെൻഡ് ചെയ്തു, പാക്കറ്റ് 2 വന്നു, റിസീവ് ചെയ്തു, അക്നോളജ്മെന്റ് 2 സെൻഡ് ചെയ്യുന്നു, പാക്കറ്റ് 3 ലോസ് ആയി, പാക്കറ്റ് 4 സെൻഡ് ചെയ്തു. അപ്പൊ 3 കിട്ടാണ്ട് 4 കിട്ടിയോണ്ട് അതിപ്പോഴും അക്നോളജ്മെന്റ് 2 തന്നെ സെൻഡ് ചെയ്യും. 2 വരെ അതിന് ഓർഡേർഡ് ആയിട്ട് കിട്ടിയുള്ളൂ. 5 സെൻഡ് ചെയ്തു, ഇപ്പോഴും 3 കിട്ടിയിട്ടില്ല, അപ്പോഴത് ഓർഡേർഡ് ആയിട്ട് 2 വരെ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴും അക്നോളജ്മെന്റ് 2 തന്നെ സെൻഡ് ചെയ്യും. അത് ഡ്യൂപ്ലിക്കേറ്റ് ACK ആണ്. 6 വരുമ്പോഴും 3 കിട്ടാത്തതുകൊണ്ട് അത് എന്ത് തന്നെ സെൻഡ് ചെയ്യും? അക്നോളജ്മെന്റ് 2 തന്നെ സെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒറിജിൻ 2ന്റെ അക്നോളജ്മെന്റ് ഇത്, അത് കൂടാണ്ട് 3 ഡ്യൂപ്ലിക്കേറ്റ് ACKs കൂടെ വന്നു. അപ്പൊ 3 ഡ്യൂപ്ലിക്കേറ്റ് ACKs കിട്ടി സെൻഡർ സൈഡിൽ. അപ്പൊ സെൻഡറിന് അറിയാൻ പറ്റും ACK 2 തന്നെ 3 തവണ കിട്ടി. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് പാക്കറ്റ് ലോസ് ആയിട്ടുണ്ട്.
അപ്പൊ അതെന്ത് ചെയ്യും? റീട്രാൻസ്മിറ്റ് പാക്കറ്റ് 3. പാക്കറ്റ് 3നെ എന്ത് ചെയ്യും? റീട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോഴും ഇവിടെ ടൈം ഔട്ട് കഴിഞ്ഞിട്ടില്ല. പാക്കറ്റ് 3 സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം അത് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് ഈ ടൈം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സമയത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ടൈം ഔട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ടൈം ഔട്ട് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി എന്ത് ചെയ്യുക? പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ടൈം ഔട്ട് കഴിയാനൊന്നും ഇത് കാത്തു നിൽക്കുന്നില്ല. 3 ഡ്യൂപ്ലിക്കേറ്റ് ACKs കിട്ടിയാൽ തന്നെ എന്ത് പറയാം? ACK2 തന്നെ 3 ടൈംസ് കിട്ടി. ദാറ്റ് മീൻസ് തേർഡ് പാക്കറ്റ് ലോസ് ആയിട്ടുണ്ട്. സോ ടൈം ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് പാക്കറ്റിന് എന്ത് ചെയ്യുന്നു? റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. 3 കറക്റ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ അതിൽ ഓർഡേർഡ് ആയിട്ട് എവിടെ വരെ കിട്ടി? 1 2 3 4 5 6 വരെ ഓർഡേർഡ് ആയിട്ട് കിട്ടി. അപ്പൊ അക്നോളജ്മെന്റ് 6 അത് സെൻഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 3 ഡ്യൂപ്ലിക്കേറ്റ് ACKs കണ്ടു കഴിഞ്ഞാൽ ടൈം ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത്? ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് എന്ന് പറയാം. പിന്നെ കൺജഷൻ വിൻഡോ സൈസ് കുറയ്ക്കുകയും ചെയ്യും. കാര്യം കൺജഷൻ നടക്കുന്നുണ്ട്. പക്ഷെ വിൻഡോ സൈസ് കുറയ്ക്കുന്നത് എപ്പോഴും വീണ്ടും 1 പാക്കറ്റ് എന്നല്ല, പകുതിയിലോട്ടായിരിക്കും വരിക.